ഇത് തെങ്ങിനും കവുങ്ങിനും ജാതിക്കും അതുപോലെ തന്നെ മറ്റ് മാവ് പ്ലാവ് എക്സോട്ടിക്കോ നോൺ എക്സോട്ടിക്കോ ആയ ഫ്രൂട്ട് പ്ലാന്റുകൾ ഏലം അടക്കമുള്ള സ്പെഷ്യൽ പ്ലാന്റുകൾ ഇതിനൊക്കെ വളരെയധികം റിസൾട്ട്ഫുൾ ആയ ജൈവങ്ങളാണ്. റിസൾട്ട് ഇല്ലെങ്കിൽ റീഫണ്ട് എന്ന് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ പറ്റുന്ന കേരളത്തിലെ ഒരേ ഒരു ജൈവവള മിക്സ്. ഈ കാണുന്ന വളം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കാർഷിക വിളകൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ പഴച്ചെടികൾക്ക് ഒന്നും റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടക്കുന്ന പൈസ തിരിച്ചു തരും. അതാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സൂപ്പർ ഗ്രീൻ മീൽ എന്ന് പറയുന്നത്. 100 കണക്കിന് ചാക്കാണ് നമ്മളിവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. കേരളത്തിനകത്തുള്ള വിവിധ കർഷകർക്കും അതുപോലെ തന്നെ കേരളത്തിന് വെളിയിലുള്ള കർഷകർക്കെല്ലാം വേണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റാണ് ഈ കാണുന്നത്. ഇതെല്ലാം നമുക്ക് 50 kg ബാഗിലാണ് വരുന്നത്. നമുക്ക് ഒരു ബാഗ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബൾക്കായിട്ട് വേണം നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പാഴ്സലിലാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ തെങ്ങിനായാലോ കമുകിനായാലോ റംബൂട്ടാനായാലോ ഏലത്തിനായാലോ നമ്മുടെ ഈ പറയുന്ന ഈ ചെറിയ പച്ചക്കറികൾക്കായാലോ ഫ്രൂട്ട് പ്ലാന്റ്സിനായാലോ എന്തിനു വേണം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഇതിന് ഏതിനെങ്കിലും ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടക്കുന്ന പൈസ തിരിച്ചു തരും. 16ലധികം ജൈവവളങ്ങളുടെ ഒരു മിക്സാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാനുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മണ്ണൂത്തിലുള്ള നമ്മുടെ നാഷണൽ ബയോ ഫെർട്ടിലൈസേഴ്സിലാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ചാനലിനകത്ത് നേരത്തെ ഒത്തിരി തവണ നമ്മുടെ ചാനലിനകത്തല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഈ ഒരു സൂപ്പർ ഗ്രീൻ മീൽ എന്നുള്ളത്. സൂപ്പർ ഗ്രീൻ മീലിന്റെ പ്രത്യേകത നിങ്ങൾ ഒരിക്കലെങ്കിലും ഉപയോഗിച്ച് നോക്കിയാൽ മാത്രം നിങ്ങൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ. സൂപ്പർ ഗ്രീൻ മീൽ മറ്റു വളങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാകുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസുകളുടെ ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസുകളുടെ എണ്ണം. ഇത് മരോട്ടി പിണ്ണാക്കാണ്. ഇത് നമ്മൾ പൊടിച്ച് തീർക്കുന്നു. അതേപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക്, അതും ഏറ്റവും വില കൂടിയതും നല്ല ക്വാളിറ്റിയുള്ള കപ്പലണ്ടി പിണ്ണാക്ക്. ഇത് നിങ്ങൾക്ക് സ്മെല്ല് ചെയ്താലേ ക്വാളിറ്റി മനസ്സിലാവുള്ളൂ. ആർക്കെങ്കിലും താല്പര്യം ഇവിടെ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നു. അതേപോലെ 3 പിണ്ണാക്കുകളും എല്ലുപൊടികളും അതേപോലെ മറ്റ് നിരവധി പ്രൊഡക്റ്റുകൾ ഏകദേശം 16ലധികം ജൈവവളങ്ങൾ നമ്മൾ ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ തന്നെയാണ് ചാണകപ്പൊടി, ആട്ടും കാശപ്പൊടി, അതേപോലെ തന്നെ കോഴിവളം. ഓക്കെ, ചാണകപ്പൊടി ഇതൊക്കെ നമ്മൾ പൗഡർ ഫോമിലേക്ക് പൊടിച്ചെടുത്താണ് ചെയ്യുന്നത്. സാധാരണ ചാണകപ്പൊടി പോലെയല്ല, പൗഡർ ഫോമിലേക്ക് കൊടുക്കുന്നു. കോഴിവളം, നാമക്കൽ നടക്കുന്ന തനി കോഴിവളം നമ്മൾ പൗഡർ ഫോമിലേക്ക് മാറ്റുന്നു. ഇത് പൗഡർ ഫോമിലേക്ക് മാറ്റുന്നതിന് പറ്റുന്നതല്ല, പെട്ടെന്ന് നമുക്ക് അബ്സോർബ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. സൂപ്പർ ഗെയിമിന് നമ്മൾ കേരളത്തിൽ ഏറെക്കുറെ എല്ലായിടങ്ങളിലും എത്തിച്ചു കൊടുക്കാനുള്ള സർവീസ് ഉണ്ട്. പക്ഷേ നമുക്ക് മിനിമം 10 ബാഗ് ഓർഡർ വേണം. സാധാരണ 10, 20, 30, 40 ബാഗ് ഉള്ളവർക്ക് നമ്മൾ അവരുടെ ലൊക്കേഷനിലേക്ക് എത്തിച്ചു കൊടുക്കും. ഇറക്കാൻ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതുള്ളൂ. 10 ബാഗ് സൂപ്പർ ഗെയിമിൽ എടുക്കുന്ന ആൾക്ക് 16,500 രൂപയാണ് അതിന്റെ ഹോൾസെയിൽ വില വരുന്നത്. അറിയാം, ഓരോ ബാഗിന് 2,500 രൂപയാണെങ്കിൽ നമ്മൾ ബൾക്ക് പ്രൈസ് ആയിട്ട് 1,650 രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അത് 10 ബാഗിനേക്കാൾ താഴെ ഈ പ്രൈസ് അപ്ലിക്കബിൾ അല്ല എന്ന് പ്രത്യേകം ഓർക്കുക. മിനിമം 1, 2, 3, 4 ബാഗോ ഒക്കെ ഉണ്ടെങ്കിൽ KRS വഴി പാഴ്സൽ അയച്ചു തരും. കേരളത്തിലെ ഏറെക്കുറെ എല്ലാ ചെറിയ ടൗണുകളിൽ വരെ KRS അവൈലബിൾ ആണ്. പാർസൽ ചാർജ് വരും നിങ്ങൾക്ക് പരീക്ഷിക്കാനോ മറ്റോ വേണ്ടി. അതേസമയം നമ്മൾ റിസൾട്ട് ഉറപ്പ് തരുന്നതുകൊണ്ട് നിങ്ങളിത് പരീക്ഷണത്തിൽ നിൽക്കേണ്ടതില്ല. നിങ്ങളുടെ തെങ്ങിനൊക്കെ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടാണ് സൂപ്പർ ഗെയിമിൽ തരിക. ഒരു തെങ്ങിന് നമ്മുടെ ആവറേജ് ഒരു 7 കിലോ കൊടുക്കുമെങ്കിൽ നല്ലതാണ്. 10 കിലോയാണ് മാക്സിമം കൊടുക്കേണ്ടതുള്ള ഒരു വർഷത്തിൽ 1 തവണ കൊടുക്കുന്നവർ, അതേസമയം ഒരു വർഷത്തിൽ 2 തവണ കൊടുക്കുന്നവരാണെങ്കിൽ 5 കിലോ തന്നെ ധാരാളം മതിയാവും ഓരോ തെങ്ങിന്. അതുപോലെ ഒരു കവുങ്ങിന് കൊടുക്കേണ്ടത് കേവലം ഒരു വർഷത്തിൽ 1 തവണ കൊടുക്കുന്നവരാണെങ്കിൽ പോലും 2 മുതൽ 3 കിലോ വരെയാണ്. അതേപോലെ തന്നെ വാഴക്ക് കൊടുക്കാം, മാവിന് കൊടുക്കാം, പ്ലാന്റുകൾ കൊടുക്കാം. പ്ലാന്റുകളുടെയൊക്കെ നിങ്ങളുടെ വലിപ്പവും പ്രായവും പറഞ്ഞു കഴിഞ്ഞാൽ ഡോസേജ് പറഞ്ഞു തരുന്നതായിരിക്കും. ഒരു തവണയെങ്കിലും നമ്മുടെ സൂപ്പർ ഗെയിമിൽ നിങ്ങൾ ഉപയോഗിച്ച് മാത്രം വിലയിരുത്തുക. നമ്മുടെ വളത്തിന്റെ രൂപം കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ചാക്ക് കണ്ടുകൊണ്ടോ ഇതിനെ വിലയിരുത്തരുത്. ഒരൊറ്റ തവണ നിങ്ങൾ നമ്മുടെ ഈ വളം ഉപയോഗിച്ച് അത് തീർച്ചയായും നിങ്ങൾ സന്തുഷ്ടരാകും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരവധി ആളുകളിലേക്ക് നമുക്ക് എത്തിക്കുകയും വേണമെന്നൊരു റിക്വസ്റ്റ് കൂടി ഇതിനെക്കൂടെ പറയുന്നു. നമുക്ക് സൂപ്പർ ഗെയിമിൽ 50 കിലോയുടെ ബാഗുകൾക്ക് പുറമെ ഷോപ്പുകൾ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 20 കിലോയുടെ ബാഗും 10 കിലോയുടെ ബാഗും ചെറിയ ബാഗുകളൊക്കെ അവൈലബിൾ ആക്കുന്നുണ്ട്. സൂപ്പർ ഗെയിമിൽ റിസൾട്ട് നിങ്ങൾക്ക് 3 തരത്തിലും പ്രകടമാവും. ഒന്ന്, നിങ്ങൾക്ക് അതിന്റെ വളർച്ചയിൽ, ഗ്രീനറിയിൽ. ഇത് നോക്കിയാൽ നിങ്ങൾ വെറും 15 മാസമായ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സെറ്റ് ഇത് മണ്ണിൽ വെച്ചല്ല, ഇത് പോട്ടിൽ വെച്ചാണ്. എന്നിട്ട് പോലും എന്തൊരു ഭംഗിയിലാണ് നോക്കിയാൽ. ഇതിൽ ഒരു ഷൂട്ട് പോലും നിങ്ങൾക്ക് മഞ്ഞ യെല്ലോ ഷെയ്ഡായി വരുന്നില്ല. അത് സൂപ്പർ ഗെയിമിന്റെ പ്രത്യേകതയാണ്. ധാരാളം ഷൂട്ടുകൾ വരും. അതുപോലെ തന്നെ ധാരാളം ഫ്രൂട്ടിംഗ് പീരീഡ് സമയമാണല്ലോ കാര്യം, ധാരാളം ഫ്രൂട്ടുകൾ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഫ്രൂട്ടിങ്ങിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വളരെയധികം കൂടും. അതേപോലെ തന്നെ ഫ്ലവറിങ്ങിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് ഈ ഇതിന്റെ മൊത്തത്തിൽ ഓൾ ഔട്ട് ഗ്രോത്തിലും പ്രതിരോധ ശേഷിയിലും എല്ലാം നിങ്ങൾക്ക് നമ്മുടെ വളം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാന്റുകളുടെ ഇമ്പ്രൂവ്മെന്റ് വളരെ വ്യക്തമായി തിരിച്ചറിയാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പരിചയപ്പെടുത്താനുള്ളത്, റിട്ടയർമെന്റ് ലൈഫിലോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് പ്രവാസ ജീവിതം മടുത്തോ അല്ലെങ്കിൽ അവസാനിപ്പിച്ചോ തിരികെ വന്നവർക്കൊക്കെ നല്ലൊരു ജോലി, നല്ലൊരു സംരംഭം, വളരെ ചെറിയ മുതൽ മുടക്കി, അതായത് 2 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങളൊരു 250 300 സ്ക്വയർ ഫീറ്റ് 1 2 ഷട്ടർ മാത്രം, ഒറ്റപ്പെട്ട ബിൽഡിംഗ് ആണെങ്കിൽ വളരെ നല്ലത്, അത് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ മാത്രം നിങ്ങളെടുത്തുണ്ടെങ്കിൽ ബാക്കി മുഴുവൻ സെറ്റപ്പ് നമ്മൾ ചെയ്തു വന്നുകൊണ്ട് ഇതുപോലെ ഒരു ജൈവവളവുമായി ബന്ധപ്പെട്ട എല്ലാം ഉണ്ടാവും. അതിൽ ഗ്രോ ബാഗ് ഉണ്ടാകും, പോട്ടുകൾ ഉണ്ടാകും, എന്തെല്ലാം ഇതുമായി റിലേറ്റഡ് ആയിട്ടുണ്ടോ ഇതുപോലത്തെ ചെറിയ
ഡ്രിപ്പ് ഇറിഗേഷനിലൂടെയും മറ്റും കൊടുക്കുന്ന ലിക്വിഡ് വളങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പെരലൈറ്റ്, വെർമിക്കുലൈറ്റ് പോലത്തെ ഇതുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഹോമിയോ അഗ്രോ ഗ്രീൻ ഇതുപോലത്തെ ധാരാളം ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ചെറിയൊരു മുതൽ മുടക്കിൽ എന്നാൽ നിങ്ങൾക്ക് വളരെ നല്ല ലാഭം, ഒരു മാസം ചുരുങ്ങിയതൊരു 30,000 അതിൽ കൂടുതലൊക്കെ നമുക്ക് സീസൺ ആകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കത്തക്ക രൂപത്തിൽ പരിപാടി നമ്മൾ സെറ്റപ്പ് ചെയ്ത് തരും. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 2 ലക്ഷം രൂപയും നിങ്ങൾക്കൊരു 250-300 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഒറ്റപ്പെട്ട ഏതെങ്കിലും റൂം നിങ്ങളുടെ കയ്യിൽ സ്വന്തമാണെങ്കിലും വാടകയ്ക്ക് സംഘടിപ്പിക്കാണെങ്കിലും ഇത് നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ ഉടൻ വിളിക്കുക. ഒരൊറ്റ മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് സെറ്റപ്പ് ചെയ്ത് തരും. 3 മാസം കൊണ്ട് നിങ്ങൾക്ക് അത് വിജയിപ്പിച്ചും തരും. അതുപോലെ തന്നെ സ്വന്തമായ നഴ്സറി ഉള്ള ആളുകളൊക്കെ എന്നെ ബന്ധപ്പെടണം. കാരണം നഴ്സറിക്കാർക്ക് വളരെ അനുയോജ്യമായ വളമാണ് നമ്മുടെ സൂപ്പർ ഗെയിമിൽ. നിങ്ങളുടെ നഴ്സറി പ്ലാന്റുകളെ നിങ്ങൾ മറ്റൊരു രാസവളം കൊടുക്കാതെ വളരെ നന്നാക്കി എടുക്കാനും, അതോടൊപ്പം തന്നെ നിങ്ങൾ കസ്റ്റമറിൽ പലർക്കും ഒരു പ്രശ്നം ഉണ്ടാവും, നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി 1-2 മാസത്തിന് ശേഷം നിങ്ങളുടെ പ്ലാന്റ് ഒരു വളർച്ചയില്ല. ആ അവസ്ഥയൊക്കെ പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ ഏതൊരാൾക്കും നിങ്ങൾ പ്ലാന്റ് വിൽക്കുന്നോ അതോടൊപ്പം ഞങ്ങളുടെ ഈ ജൈവവളം സൂപ്പർ ഗെയിമിലും കൂടെ കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമറുടെ കംപ്ലൈന്റ് നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങൾക്ക് നിർത്താൻ പറ്റും. തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലെ പ്രസിദ്ധമായ നമ്മുടെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ വളരെ അടുത്താണ്. വെള്ളാനിക്കര ഗേറ്റിന് ഇവിടുന്ന് ഏകദേശം 500 മീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ വെള്ളാനിക്കര ഗേറ്റ് എത്തും യൂണിവേഴ്സിറ്റിയുടെ. അതിന് വളരെ അടുത്ത് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ ലൊക്കേഷൻ നിന്ന് ടൈപ്പ് ചെയ്താൽ നമ്മൾ അയച്ചു തരും. എന്നെ വിളിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർ ആദ്യം തന്നെ നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ട് വാട്സാപ്പിൽ ജസ്റ്റ് എനിക്ക് വിഷയം പറഞ്ഞിട്ടതിന് ശേഷം ഒഴിപോലെ ഞാൻ നിങ്ങളെ സൗകര്യം പോലെ വിളിച്ചോളാം. അതല്ലെങ്കിൽ വാട്സാപ്പിൽ തന്നെ നിങ്ങളെ സംശയങ്ങൾ ചോദിക്കുക. ശ്രമിക്കുന്നത് നല്ലതാണ്. ഒരു തവണ വിളിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഉടനെ വാട്സാപ്പിൽ ബന്ധപ്പെടണം. പിന്നീട് നിങ്ങളെ തിരിച്ച് വിളിക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ തന്നെ മറുപടി പറയുകയോ ചെയ്യാം.